ജപ്പാൻ. ഒടുവിൽ നിങ്ങൾ മടങ്ങുന്നത് വെറുതെയല്ല. 2050 ഒരു ലോകകപ്പ് എന്ന മിഷനിലേക്ക് ഒരു ചുവട് കൂടി കയറിയിട്ടാണെന്നുള്ള കാര്യം തീർച്ചയാണ്. നിങ്ങൾ വീണത് ചെറിയൊരു പടയ്ക്ക് മുന്നിലുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. കാനറിപ്പടകൾ അവസാന നേരം വരെ വിറപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് 2050 എത്തുമ്പോഴേക്കും നിറവിൽ നിൽക്കുമെന്ന കാര്യം തീർച്ചയാണ്. അത്രയേറെ വീരഭാവങ്ങളുമായിട്ടാണ് നിങ്ങൾ കായിക കളിക്കളരിയിലേക്ക് എത്തിയിട്ടുള്ളതെന്ന് പരാജയത്തിന്റെ സ്വാദറിയാതെ തന്നെ ഇത്രയും മത്സരങ്ങൾ നിങ്ങൾ വിജയത്തിനും സമനിലയ്ക്കും ഒടുവിൽ ഏറ്റവും വലിയ പടുകൂറ്റൻ ശക്തികൾക്ക് മുന്നിൽ പതറാതെ നിന്ന നേരത്ത് പോലും അവന്മാർ ഒന്ന് വിറങ്ങലിച്ചിട്ടുണ്ടെങ്കിൽ ജപ്പാൻ കാട്ടിയ പോരാട്ടം കരുത്ത് തെളിയിച്ചു കൊണ്ടേയിരിക്കുമെന്ന കാര്യം തീർച്ചയാണ്. ആദ്യം മുതലേ കാനറിപ്പടകൾക്ക് മുന്നിൽ നിങ്ങൾ തീർത്ത പ്രതിരോധം കണ്ട് അവർ ഒന്ന് വിറങ്ങലിച്ചു. പിന്നെയും അവർ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള സർവ്വസന്നാഹങ്ങളും ചോർത്തു പിടിച്ചു വന്നു. അവസാനത്തെ നേരങ്ങളിൽ അവന്മാർ ഒരു ഗോളും അടിച്ച് പിന്നീട് രണ്ടാം ഗോളിലേക്കുള്ള എല്ലാ പ്രയാണങ്ങളും തുടരുന്ന വേളകളിൽ കൂടിയും നിങ്ങളുടെ ഡിഫൻസ് ശക്തമാക്കി തന്നെ പിടിച്ചു. ഒടുവിൽ എവിടെയോ നിങ്ങൾ കാലിടറി വീണപ്പോൾ ജപ്പാൻ എന്ന ആ കൊച്ചു ടീമിന് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരായിട്ടുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ്. ഭൂകമ്പങ്ങളും സുനാമി തിരമാലകളുടെയും തോത് മനസ്സിലാക്കിയ നിങ്ങൾക്ക് ഇന്നലെയുടെ മത്സരത്തിന്റെ പ്രകമ്പനം തന്നെ മതിയായിരുന്നു കാനറിപ്പടകൾക്കൊന്ന് വിറയ്ക്കാൻ. അവർ ഒടുവിൽ വിറങ്ങലിച്ച് അവസാനത്തെ നേരത്ത് നേടിയ ഒരു ഗോളിന്മേൽ വിജയം കൈവരിക്കുമ്പോൾ നിങ്ങൾ തോറ്റിട്ടല്ല മടങ്ങുന്നത്, നിങ്ങളും വിജയിച്ചിട്ടുണ്ട്. എല്ലായ്പ്പോഴും ലോകകപ്പ് സ്വന്തമാക്കിയവന്മാർക്ക് മുന്നിൽ അവസാന 32 എത്തും വരെ നിങ്ങൾ പടപുരതി വന്നതല്ലേ. അവസാനം ഒന്ന് കാലിടറി വീണിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച ഒരു വീഴ്ചയല്ല. നിങ്ങളുടെ വീഴ്ചയുടെ കാഴ്ച മറ്റുള്ളവരുടെ കണ്ണിനെ സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചിട്ടാണ് മടങ്ങുന്നത് എന്നതാണ് ജപ്പാൻ. ഇനിയും തിരിച്ചു വരും. അടുത്ത വേൾഡ് കപ്പിൽ ഇതിനേക്കാൾ ഒരു പടി നിങ്ങൾ മുന്നിൽ കയറുമെന്ന കാര്യം തീർച്ചയാണ്.